രഞ്ജിത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുക. രഞ്ജിത്തിനെതിരായിട്ട് ഇങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രഞ്ജിത്ത് അന്ന് അറസ്റ്റ് ചെയ്യപ്പെടാതെ സംരക്ഷിക്കപ്പെട്ടു. അങ്ങനെ സംരക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം. രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് ഗവൺമെൻറ്റിന് നല്ല സ്വാധീനമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നപ്പോൾ രഞ്ജിത്ത് അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്. രഞ്ജിത്തിനെക്കുറിച്ച് ആക്ഷേപമുണ്ടായിരുന്നു, പാർട്ടിക്കകത്തുണ്ടായിരുന്നു. കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയാക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടന്നിട്ടില്ല അവിടുത്തെ പാർട്ടിയുടെ എതിർപ്പിൻ്റെ ഫലമായിട്ട്. എന്നാൽ പിന്നീടാണ് അതിന് പ്രതിഫലമായിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കിയത്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടിയുടെ ആളുകളുണ്ട്. അവരെല്ലാം ഇതിനെ എതിർത്തിരുന്നു. അവർ പറഞ്ഞു ഇതരുത്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരായിരുന്നു പാർട്ടിയുമായി ബന്ധപ്പെട്ട സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അവർ പറഞ്ഞു ചെയ്യരുത്. പക്ഷെ അതൊന്നും വകവെച്ചില്ല. ഇദ്ദേഹത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി. ആരായിരുന്നു അതിൻ്റെ പിന്നിൽ? ഞാനിതിപ്പോൾ പറയുന്നത് തളിപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് ഇതിനെന്താ ബന്ധം എന്നുള്ളതായിരിക്കും. തളിപ്പറമ്പിലെ തെരഞ്ഞെടുപ്പായിട്ടുള്ള ബന്ധം ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നതാണ്. അതിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഇതിന് അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് ഇയാളെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ മേലെ ആരാ നിർബന്ധം ചെലുത്തിയത്? അദ്ദേഹത്തിന് ആരാ പ്രേരിപ്പിച്ചത്? അത് പ്രേരിപ്പിച്ച പിന്നിൽ ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ അയാളെ കണ്ടെത്താൻ പറ്റും. അത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അത്തരക്കാരൊക്കെ സംരക്ഷിക്കപ്പെടുക. ഇപ്പം രഞ്ജിത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ പോലീസ് സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന പോലീസല്ല, പിണറായി നിയന്ത്രിക്കുന്ന പോലീസല്ല. ഇപ്പോഴത്തെ പോലീസ് ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുന്ന പോലീസാണ്. ആ പോലീസിന് ഇന്ന് നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ കിട്ടിയ അവസരമാണ്. ആ അവസരം ഉപയോഗിച്ചിട്ടാണ് രഞ്ജിത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ കാര്യത്തിലും ഈ രഞ്ജിത്തിനെ പോലുള്ള പീഡനവീരന്മാർ സംരക്ഷിക്കപ്പെട്ടു. ഇരകൾ അവർ വളരെയേറെ വേദനിക്കപ്പെട്ടു. ആരുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത്? ഇരകളുടെ പക്ഷത്താണോ? അല്ല ഈ ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെ പക്ഷത്താണോ? ഇവിടെ നിന്നത് പീഡനക്കാരുടെ പക്ഷത്താണ്. അതിന് അത്തരത്തിൽ സംരക്ഷണം ഒരുക്കിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ എവിടെയാണ്, ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. അവരാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഇദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഇരകളുടെ പക്ഷത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, അതിൽ വളരെയേറെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇരകളെയാണ് വിമർശിച്ചത്. അതുകൊണ്ട് അതിന് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംരക്ഷണം ഒരുക്കുന്നൊരു കേന്ദ്രമായി നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും മാറിക്കൂടാ. അവരാണിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രഞ്ജിത്തിനെ പോലുള്ള ആളുകൾ സംരക്ഷിക്കപ്പെടുന്നത്. ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാൻ ഇലക്ഷൻ കമ്മീഷനോടും PK ശശി അല്ല അതിരിക്കട്ടെ, PK ശശിയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. PK ശശിയുടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ആർത്തി ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ഞാനെന്തിനായി പറയുന്നില്ല. ഉണ്ട് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏത് പാർട്ടി കമ്മിറ്റിയിലും ചർച്ച ചെയ്യും. ഒരു വിഷയം ഉണ്ടായാൽ സർക്കാർ നിയമനമല്ല, പാർട്ടി നിയമനമാണ്. ഒരു അക്കാദമിയുടെ ചെയർമാനായിട്ട് സർക്കാർ നിയമിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് ആ നിയമനം നിർദ്ദേശം കൊടുക്കുന്നത്. എന്നെ ANBMൻ്റെ ചെയർമാനായി നിശ്ചയിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അതിൻ്റെ സാധാരണ രീതി. ഏതിൻ്റെയും ചെയർമാനോ ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനം നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റോ മന്ത്രിയോ അല്ല. അവർക്ക് നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി കൊടുക്കും.
അതിനനുസരിച്ച് ഗവൺമെൻറ്, അത് ഏത് ഗവൺമെൻറ് ആയാലും അങ്ങനെ ചെയ്യാം. മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആരോപണം വന്നപ്പോഴാണ് ചെയർമാൻ നിശ്ചയിച്ചത്. ആരോപണം വന്നപ്പോൾ മാറ്റി എന്ന് പറയുമ്പോൾ ഈ ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ചെയർമാനായി നിശ്ചയിക്കുന്നത്. ഈ പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഈ വ്യക്തി, ആ വ്യക്തി രഞ്ജിത്തുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 3-4 വർഷമായി ഈ പറയുന്ന വ്യക്തി രഞ്ജിത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനത്തിനും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് നിങ്ങളെ മനസ്സിലാക്കൽ എങ്ങനെയാണ്? അതായത് നിങ്ങൾക്ക് ഈ കാര്യത്തെ മനസ്സിലാവും, നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നവരാണ്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മുൻ അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്കിതെല്ലാം മനസ്സിലാവും. ആരുമല്ല അയാളെ ബന്ധമുണ്ടോ ഇല്ലയോ ഉണ്ടോ എന്നൊന്നും ഞാനതൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ ഇത് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞു. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു 10 ചാനലുകാരിക്കുന്നു, 10 പത്രക്കാരിക്കുന്നു, ഒരു മാഷിന്റെ സഹപ്രവർത്തകർ ഒരു 10 പേര് 15 പേര് ഇരിക്കുന്നു. ഈ 40 പേർക്ക് വേണ്ടിയല്ലോ മാഷ് പത്രസമ്മേളനം നടത്തുന്നത്. ഈ 40 പേര് മാത്രമല്ലല്ലോ ഇത് കാര്യങ്ങൾ അറിയേണ്ടത്. മാഷൊക്കെ പറയാനുള്ളത് പേര് സഹിതം പറയേണ്ടത് ജനങ്ങളോടല്ലേ. കൃത്യമായിട്ട് ഈ ക്യാമറകളോട് ജനങ്ങൾ കാണുകയല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പേര് അറിയേണ്ട ബാധ്യത നമ്മുടെ 45 പേർക്ക് മാത്രമാണോ? അല്ല, ഇത് നിങ്ങളെക്കാളും എന്നെക്കാളും ജനങ്ങൾക്കെല്ലാം അറിയാം. എനിക്കത് തീരെ അറിയാത്തത്. ഞാനിപ്പോൾ ഈ വാർത്തയിൽ വരുമ്പോൾ അറിയുന്ന എന്നാൽ അതിനേക്കാളൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെല്ലാം പറയുന്ന ഒരു പ്രശ്നമില്ല. എന്നെക്കാളൊക്കെ നന്നായിട്ട് അറിയുന്നവരാ ജനങ്ങൾ. ഈ കാര്യം ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോകാറില്ല. ഞാൻ പാർട്ടി സംഘടന അതും കൊണ്ട് നടക്കല. പക്ഷേ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ വരികയാണ്. അങ്ങനെയാണ് ഈ ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ സംരക്ഷിക്കപ്പെടുന്നത് എന്ന കാര്യം പരിശോധിക്കണം എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതായത് വ്യക്തി ഇതൊരിക്കൽ ഞാൻ വ്യക്തി അധിക്ഷേപം നടത്തില്ല എന്ന് പറഞ്ഞു. മാഷിപ്പം ഒരാളെ നേരത്തെ വിളിച്ചു വെച്ചിട്ട് അയാൾക്ക് എല്ലാ സൂചനകളും നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ അധിക്ഷേപിക്കാനേ തയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളാണ്. ആ സ്വാധീനത്തിൻ്റെ ഫലമാണ് ഇദ്ദേഹം കേസുള്ളപ്പോൾ പോലും ഇവിടെ സെക്രട്ടറിയായി ചെയർമാനായി നിയമിക്കപ്പെട്ടത്. അതുകൊണ്ട് പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഏത് പറയപ്പെട്ട വ്യക്തി കാരണമാണ് സംരക്ഷിച്ചത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയുന്നതിൽ ഊഹം വെച്ച് മാത്രമാണോ അതെന്തെങ്കിലും തെളിവുണ്ടോ? ചില കാര്യങ്ങൾക്ക് രേഖാമൂലമായ തെളിവുണ്ടാകും, ചില കാര്യങ്ങൾ സാഹചര്യ തെളിവായിരിക്കും. തെളിവ് എന്ന് പറഞ്ഞാൽ എല്ലാം രേഖാമൂലമായ തെളിവല്ല, ചില സാഹചര്യ തെളിവുണ്ടാകും. ഇത് സംബന്ധിച്ച് സാഹചര്യ തെളിവാണ്. ഈ ബന്ധങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇയാളെ സംരക്ഷിക്കപ്പെടാനുള്ള ഇടയായിട്ടുണ്ട്. ഗവൺമെൻറ്റും രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം ഈ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഇടയായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാനനഷ്ട കേസ് കൊടുക്കട്ടെ, അതിലൊന്നും അല്ലേ. മാനനഷ്ട കേസ് എങ്ങനെ കൊടുക്കാൻ, ആര് കൊടുക്കാനാ? പേര് പറഞ്ഞാൽ ഏത് ഞാൻ പറഞ്ഞത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോ തീരുമാനിക്കാതെ ഒരു അക്കാഡമിയുടെ ചെയർമാനായി ഗവൺമെൻറ് നിയോഗിക്കില്ല. അപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറിൻ്റെ ആണല്ലോ. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കാതെ ആ ചെയർമാനായി നിയമിക്കില്ല. ആ ചെയർമാനായി നിയമിക്കുന്ന ആളുടെ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് ഇരിക്കുന്നത്. ആ അതുമൂലമുള്ള രാഷ്ട്രീയ സമ്മർദ്ദമായിരിക്കാം ഇങ്ങനെ നിർബന്ധിക്കപ്പെട്ടത് ഞാൻ സംശയിക്കുന്നതാണ്. മാഷ് അവിടെ നിൽക്കുന്ന സമയത്ത് മാഷിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ മാഷിന്റെ കീഴിൽ നിൽക്കുന്ന ആരെങ്കിലും ചെയ്തത് എങ്ങനെയാണ് മാഷ് ഇപ്പോ അവരെ കുറ്റപ്പെടുത്തുന്നത്? എന്താണ്? എൻ്റെ മകൻ ഏതെങ്കിലും ഇത്തരം കേസിൽപ്പെട്ട ആളുമായി ബന്ധപ്പെട്ടിട്ട് അവരെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആരോപിക്കപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. എൻ്റെ മകൻ ഇതുപോലുള്ളൊരു കേസിൽപ്പെട്ടുള്ള ആളെ പാർട്ടി സംരക്ഷിക്കപ്പെടുന്നു. എൻ്റെ മകൻ അയാളുമായിട്ട് നേരിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോവിന്ദ മാഷ മകൻ ബന്ധമുള്ളതുകൊണ്ടാണ് ഇയാൾ സംരക്ഷിക്കപ്പെടുന്നതെന്ന് ആൾ പറയും. അത് പറയും.
ഏത് അല്ല എൻ്റെ കാര്യം എൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. നിങ്ങളെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഭാഷ കാര്യമില്ല. അതെ, അതായത് യോ പറഞ്ഞത് മകൻ ഇങ്ങനെ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞത് ഒരാളുമായി, ഒരു വ്യവസായി ആവട്ടെ മറ്റേത് മേലെ ഒരാളുമായി എൻ്റെ മകന് ബന്ധമുണ്ടെങ്കിൽ അയാൾ ക്രിമിനൽ കേസിലോ മറ്റോ കാര്യങ്ങൾ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആരോപിക്കും CPM നേതാവിൻ്റെ മകനായിട്ടുള്ള സ്വാധീനമാണ് ഇയാൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടാൻ കാരണമെന്ന് ജനം വിശ്വസിക്കും. ഈ പാർട്ടി സെക്രട്ടറിയുടെ മകന് വലിയ സ്വാധീനമുണ്ട് കരുതുന്നു. തീർച്ചയായിട്ടും ഉണ്ട്, നല്ല സ്വാധീനമുണ്ട് കരുതുന്നുണ്ട്. പൊതുചിത്രം അങ്ങനെയല്ല. അല്ല, നല്ല സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ, കളിപ്പന്നം വികസനം വികസനം എവിടുന്ന തീരുമാനിക്കുന്നത്? പറയോ പാർട്ടിക്കാർ മണ്ഡലം കമ്മിറ്റി എന്നാന്ന്? ഞാനതിന് മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഏത് മണ്ഡലം കമ്മിറ്റി നിന്നാണോ തലപ്പൻ വികസന കാര്യം തീരുമാനിച്ചത്? എവിടെയാണ് തീരുമാനിക്കുന്നത്? ആരാ തീരുമാനിക്കുന്നത്? ഞാൻ അവിടെ ചുമതലയുള്ള ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. മണ്ഡലം കമ്മിറ്റി ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടുണ്ട് തളിപ്പൻ്റെ വികസന കാര്യങ്ങൾ. ജെയിംസ് മാത്യു MLA ആയിരിക്കുമ്പോൾ എങ്ങനെ അറിയോ? മണ്ഡലം കമ്മിറ്റി വിളിച്ച് ചേർക്കും. എന്നിട്ട് പറയും ഇവിടെ ഇതൊക്കെ പാലയുടെ ഇന്ന ഫണ്ടുണ്ട്, ഏത് പഞ്ചായത്തിലൊക്കെ വേണ്ടതെന്ന് ചർച്ച ചെയ്തിട്ട് ആ കമ്മിറ്റി തീരുമാനിക്കും. അതാണ് MLA നടപ്പിലാക്കുക. നിലവിൽ അങ്ങനെയാണോ? നിങ്ങൾ അന്വേഷിച്ചൊക്കെ അങ്ങനെയാണോ എന്ന് എന്നോട് ചോദിക്കണ്ട. ഏത് അതിൽ ആർക്കൊക്കെ ഉണ്ട്? MLA ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കോക്കസ് ഉണ്ട്. അവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ആരൊക്കെ ഉണ്ടാവുമെന്ന് പറയാം, അതിലുണ്ടാവാം. അതില്ലാന്നുകൊണ്ടെന്നോ ഞാൻ പറയുന്നില്ലേ, ഒരു കോക്കസ് ഉണ്ട്. പേര് ഓരോരുത്തരും ഞാൻ പറയണോ ആ കോക്കസാണ് ഇത് നടത്തുന്നത് എന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിലും മണ്ഡലം കമ്മിറ്റി പറയണ്ടേ? 2200 കോടി രൂപ വികസനം ഉണ്ടെന്ന് പറയുന്നു. ഈ 2200 കോടിൻ്റെ വികസനം ഇടിയാ ആരാ? ഈ 2200 കോടി രൂപ വികസനം തീരുമാനിച്ചത് നിങ്ങളറിയോ? കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ കാവുമ്പായി രക്തസാക്ഷി ദിനത്തിൻ്റെ കാവുമ്പായി രക്തസാക്ഷികളുണ്ട്, അവിടെ ഒരു ഇത് പണിയണം എന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റിൽ പെടുത്തണം. ഞങ്ങൾ പറഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി, ടോക്കൺ അമൗണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ബഡ്ജറ്റിൽ ആ കാവുമ്പായി സ്മാരകത്തിന് ഒരു പൈസയും വെച്ചിട്ടില്ല. ഇപ്പോൾ 10 കോടി റുപ്യ മൊറാള സ്മാരകത്തിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് പാർട്ടി രക്തസാക്ഷികളല്ലേ? അതിൽ വകഭേദമുണ്ട്, പട്ടികജാതി പട്ടികവർക്കുണ്ടോ അതിനകത്ത്? നിങ്ങൾ ആലോചിക്കണം, കാവുമ്പായി രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടി വീരമൃത്യു മരിച്ച രക്തസാക്ഷികളാണ്. ആ കാവുമ്പായി രക്തസാക്ഷികളുടെ പേര് വെച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കണ്ണൂരിലും കേരളത്തിലും വളർന്നത്.